തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയത് ജനറേറ്റർ തകരാറ് മൂലമെന്ന SIT സൂപ്രണ്ട്. ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്നും SIT അധികൃതർ. അത്യാഹിത വിഭാഗത്തിൽ ഉടൻ വൈദ്യുതി പുനഃസ്ഥാപിക്കുമെന്ന് സാങ്കേതിക വിദഗ്ധർ അറിയിച്ചു. ഉടൻ തന്നെ താൽക്കാലിക ജനറേറ്റർ സംവിധാനം ഒരുക്കും. കുട്ടികളുടെ വിഭാഗത്തിൽ ICUവിൽ ഉൾപ്പെടെ പ്രശ്നമില്ലെന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത്. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, വൈദ്യുതി മുടങ്ങിയത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. എന്താണിപ്പോൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന സംവിധാനം? എങ്ങനെയാണ് വിവരങ്ങൾ? അപ്രതീക്ഷിതമായിട്ടാണ് SIT ആശുപത്രിയിലെ ഒരു ബ്ലോക്കിൽ വൈദ്യുതി ബന്ധം തകരാറിലായത്. ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. കാരണം അവിടുത്തെ ജനറേറ്റർ പ്രവർത്തിക്കാത്ത അവസ്ഥയുണ്ടായി. ജനറേറ്ററിൽ നിന്നേക്ക് പവർ കൊടുക്കുമ്പോഴേക്കും സപ്ലൈ നിൽക്കാത്ത അവസ്ഥയാണ്. ഈ KSEB എന്നുള്ള പവർ അല്ല ഇപ്പോൾ അവിടെ ലഭിക്കുന്നത്. താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ജനറേറ്ററാണ്. ആ ജനറേറ്റർ കേടുവന്നതാണ് പ്രശ്നം. അത് ഈ പറയുന്ന വയറിംഗിൽ വന്ന തകരാറാണ്, സാങ്കേതിക തകരാറാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ PW എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും EBയുടെ ഉദ്യോഗസ്ഥരും അവിടെ ഈ പുനഃസ്ഥാപിക്കാനുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള വലിയ തരത്തിലുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. SIT സൂപ്രണ്ടും അതുപോലെ തന്നെ ഡോക്ടർമാരും പറയുന്നത് അത്യാഹിത വിഭാഗത്തിലെ പ്രത്യേകിച്ച് IC യൂണിറ്റിനെ ഇതുവരെ പ്രശ്നം ബാധിച്ചിട്ടില്ല. ഒരു ബ്ലോക്കിൽ മാത്രമാണ് വൈദ്യുതി തകരാറുണ്ടായിട്ടുള്ളത്. രോഗികളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് അടക്കം അവരുടെ ആരോഗ്യം സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ഭീഷണിയും നിലവിലില്ല. അകത്ത് ഡോക്ടർമാർ അവരെ പരിശോധിക്കുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളില്ലാതെ വിഷയം പരിഹരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ KSEB ഉദ്യോഗസ്ഥരും PWDയുടെ ഈ പറയുന്ന വയറിംഗ് വിഭാഗത്തിൽ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. താൽക്കാലികമായി ഒരു ജനറേറ്റർ കൊണ്ടുവന്ന് ഇപ്പോൾ വൈദ്യുതി ബന്ധം ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുമെന്നതാണ് സൂപ്രണ്ട് പറയുന്നത്. പക്ഷേ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസുകാരും പ്രദേശത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരും അവിടെ എത്തി രോഗികൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധത്തിനുള്ള പ്രശ്നമുണ്ടാക്കി. സംഘർഷത്തിനുള്ള നടപടിയിലേക്ക് കടന്നു. പിന്നെ പോലീസ് എത്തി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. രോഗികളോട് SIT സൂപ്രണ്ട് പറയുന്നത് ഒരു തരത്തിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾ തൽക്കാലം ഇങ്ങനെ പ്രചരിപ്പിക്കരുത്. രോഗികളെ സംബന്ധിച്ചോ കുഞ്ഞുങ്ങളുടെ ജീവനെ സംബന്ധിച്ചോ ഒരു തരത്തിലുള്ള ഭീഷണിയുമില്ല. ഇപ്പോൾ അല്പം നിമിഷങ്ങൾക്ക് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തകരാറ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുള്ള പരിശോധനയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു ബ്ലോക്കിൽ മാത്രമാണ് ഈ പ്രശ്നം. പക്ഷേ ആശുപത്രി മുഴുവൻ ഇരുട്ടിൽ, ആശുപത്രിയിലെ വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെട്ടു എന്ന നിലയിലായിരുന്നു അല്പം മുമ്പ് വരെ വന്ന പ്രചാരണം. ഒരു ബ്ലോക്കിൽ മാത്രമാണെങ്കിൽ ജനറേറ്റർ എത്തിക്കാനുള്ള സംവിധാനം വളരെ വേഗം തന്നെ ഇവിടെ ഉണ്ടാക്കാമല്ലോ, അല്ലേ? തീർച്ചയായും. ഈ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം അസിത, ഈ ജനറേറ്ററിൽ നിന്ന് പവർ കൊടുക്കുമ്പോഴേക്കും ആ പവർ ഓൺ ചെയ്യുമ്പോഴേക്കും വൈദ്യുതി ട്രിപ്പ് ആവുന്നു. അതായത് അതിന്റെ വയറിങ്ങുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറ് ആണ് എന്ന കാര്യം മനസ്സിലാക്കി നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെ 5 തവണ ഇത് വൈദ്യുതി വീണ്ടും കണക്ഷൻ കൊടുക്കാൻ ശ്രമം നടത്തി. മിന്നി അണയുന്ന അവസ്ഥയാണ്. അത് ഒരു ബ്ലോക്കിൽ മാത്രമാണ്. ഈ അത്യാഹിത വിഭാഗത്തിലും ഒപ്പം തന്നെ കുഞ്ഞുങ്ങളുള്ള IC യൂണിറ്റിലും അവിടെ വൈദ്യുതി ലഭിക്കുന്നുണ്ട്. ഒരു ബ്ലോക്കിൽ മാത്രമാണ്. പക്ഷേ പുറത്ത് ഈ കാത്തിരിക്കുന്ന രോഗികളുടെ ബന്ധുക്കളും കൂട്ടിരിപ്പുകാരും ഈ വൈദ്യുതി ബന്ധം പോയതോടുകൂടി തന്നെ സ്വാഭാവികമായും അവർക്ക് ആശങ്ക ഉണ്ടാകും. കാരണം കുഞ്ഞുങ്ങൾ അകത്താണുള്ളത്, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്കയുണ്ടാവും. പക്ഷേ പുറത്തെത്തിയ ഡോക്ടർമാരും ഒപ്പം തന്നെ SIT സൂപ്രണ്ട് പറയുന്നത് ഒരു തരത്തിലുള്ള അപകടകരമായ അവസ്ഥയുമില്ല. പകര സംവിധാനങ്ങളൊക്കെ തന്നെ അകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രത്യേകം കൊണ്ടുവരുന്ന ജനറേറ്ററിൽ നിന്ന് വൈദ്യുതി ബന്ധം ഉടൻ തന്നെ പുനഃസ്ഥാപിക്കാനാകും. താൽക്കാലികമായി ഈ പറഞ്ഞ കണക്ഷൻ വയറിംഗ് കണക്ഷൻ വഴി കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മെയിൻ സ്വിച്ച് വഴി ഈ പറഞ്ഞ പ്രദേശങ്ങളിലേക്ക് അകത്തേക്ക് വൈദ്യുതി എത്തിക്കാനുള്ള താൽക്കാലിക സംവിധാനമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഉദ്യോഗസ്ഥർ രാത്രി മുതൽ ഈ വൈദ്യുതി ബന്ധം ഇപ്പോൾ തകരാറിലായിട്ട് ഏകദേശം 2.5 മണിക്കൂർ പിന്നിട്ടുണ്ട്. ആ സമയം മുതൽ SITയിൽ നിന്ന് ഈ വിവരം വന്ന നിമിഷം മുതൽ PWയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഒപ്പം തന്നെ KSEBയുടെ ജീവനക്കാരും ഉടൻ തന്നെ അവിടെ എത്തിച്ചേർന്നു. SITയുടെ സൂപ്രണ്ടും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥലം വാർഡ് കൗൺസിലർ അടക്കം വരുന്ന എല്ലാവരും അധികൃതരും അവിടെയുണ്ട്. ഇതിനിടയിൽ സ്വാഭാവികമായും രോഗികളുടെ ബന്ധുക്കളെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉണ്ടാവും. ചെറിയ കുഞ്ഞുങ്ങളാണ് അകത്തുള്ളത്, അവർക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവോ, അവർക്ക് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഇതിൽ ഈ വാർത്ത നമ്മൾ കാണുമ്പോൾ തന്നെ ഏറ്റവും വലിയ ആശങ്ക അതാണ്. അത്യാഹിത വിഭാഗത്തിലോ കുട്ടികളുടെ വിഭാഗത്തിലോ കുട്ടികൾ ഉള്ള ഇടത്തോ വൈദ്യുതി മുടങ്ങിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അതില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയാമല്ലോ, അല്ലേ നൃപൻ? അകത്തൊരു പ്രശ്നവുമില്ല ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട്. തീർച്ചയായും ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ തുടർച്ചയായി നൽകുന്നുണ്ട്. കാരണം
രോഗിയുടെ ബന്ധുക്കളൊക്കെ പുറത്താണ്. ആ കുഞ്ഞുങ്ങൾ കിടക്കുന്ന വാർഡുകളിൽ ഒരു ബ്ലോക്കിൽ വൈദ്യുതി നിലച്ചിട്ടുണ്ട്. അവിടെ മെഴുകുതിരി പ്രകാശത്തിലാണ് അവർ പോകുന്നതെന്ന കാര്യം വസ്തുതയാണ്. പക്ഷേ ICU യൂണിറ്റിലോ ആ തീവ്ര പരിചരണ വിഭാഗത്തിലോ കുട്ടികളെ ഒബ്സർവേഷൻ വച്ചിരിക്കുന്ന വിഭാഗങ്ങളിലോ വൈദ്യുതി ബന്ധം ഇതുവരെ വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല. അവിടെ വൈദ്യുതി ഉണ്ട്. പക്ഷേ ആശങ്ക ജനിപ്പിക്കുന്ന ഈ പറഞ്ഞ പ്രസവം അടക്കം ഡെലിവറി അടക്കം ഈ മെഴുകുതിരി വെട്ടത്തിൽ നടത്തി എന്ന തരത്തിലുള്ള ഈ വലിയ തരത്തിലുള്ള വ്യാപകമായ വ്യാജ പ്രചരണം നടത്തുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് SITയുടെ സൂപ്രണ്ട് തന്നെ പറയുന്നുണ്ട്. ഇത് പെട്ടെന്നുണ്ടായ ഒരു സാങ്കേതിക പിഴവാണ്. അത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. ഉടൻ തന്നെ KSEBയെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ ബന്ധപ്പെട്ടു. ഇരു മന്ത്രിമാർ ഇതുപോലെ സംസാരിച്ചു. രണ്ട് വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനാകും. പക്ഷേ ഈ വ്യാജ പ്രചരണങ്ങൾ ദയവായി രോഗികൾ പുറത്തൊക്കെ രോഗികളുടെ ബന്ധുക്കളുണ്ട്, അവർക്ക് ആശങ്ക വർദ്ധിക്കും. അവരൊക്കെ തന്നെ വീണ്ടും ഓടി ഈ SIT ആശുപത്രിയിലേക്ക് വരുന്ന അവസ്ഥയുണ്ടാകും. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് ഇത് പരമാവധി മുതലെടുക്കാൻ വേണ്ടി മുദ്രാവാക്യ വിളികളുമായി അവിടെ എത്തി സംഘർഷത്തിന്റെ ഒരു അവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി. അവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടത് ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയും മുന്നോട്ട് വയ്ക്കുന്നത്. SITയിലെ സൂപ്രണ്ട് അടക്കം വരുന്ന വാർഡ് കൗൺസിലർ അടക്കം വരുന്ന മുഴുവൻ അധികൃതരും അവിടെ ക്യാമ്പ് ചെയ്യുന്നത് ഉടൻ തന്നെ അത് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത്. അത്യത ശരി, നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. SITയിലെ വൈദ്യുതി തടസ്സം അല്പസമയത്തിനകം തന്നെ പരിഹരിക്കാനാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ജനറേറ്ററിന്റെ തകരാറാണ്, സപ്ലൈ തകരാറല്ലെന്ന് KSEB അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയത് ജനറേറ്റർ തകരാറ് മൂലമെന്ന SIT സൂപ്രണ്ട് വൈദ്യുതി ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിഭാഗത്തിൽ ICUവിൽ ഉൾപ്പെടെ പ്രശ്നമില്ലെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു.